അപ്പോൾ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് വറുത്തരച്ചൊരു തീയലാണ് വെക്കുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ കിട്ടാനില്ലാത്തത് കാരണം ഇപ്പോൾ അടുപ്പിലാണ് എല്ലാ ജോലിയും. അപ്പോൾ ആ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അതിനുശേഷം അടപ്പ് തുറന്ന് ഇത് വീണ്ടും ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം അടുക്കി പിടിക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമുക്കിതിലോട്ട് കൂട്ട് തയ്യാറാക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, ഒരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നല്ല വറുത്ത് വന്നതിന് ശേഷം അതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഞാൻ ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടുണ്ട്. അപ്പം തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ആ അരപ്പ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത്. അപ്പം നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. അപ്പം നാളെ അമ്പലത്തിൽ പോകണോണ്ട് ഇന്ന് മീനൊന്നും കൂട്ടണ്ടെന്ന് കരുതിയാണ് ഇങ്ങനെ തീയൽ വെച്ചത്. അപ്പോൾ നമുക്ക് ചോറിനൊന്നും പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല. ചീരത്തോരനും ഈ ഉരുളക്കിഴങ്ങ് തീയലുമാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.